ശ്രീ റെജി ലൂക്കോസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാലഘട്ടത്തിൽ 2000-ന് മുകളിൽ ഉണ്ടായിരുന്നു ഈ പാചകവാതകത്തിനടക്കമുള്ള വില. അതിന്ന് 2000-ൽ താഴെയാണ് നിൽക്കുന്നത്. ഈ വില വർധനവിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ശ്രീ ജോമോൻ. അദ്ദേഹം BJP നേതാവ് പറഞ്ഞു വെക്കുകയാണ്. അത് മാത്രമല്ല, ഇത് കേന്ദ്ര സർക്കാർ അല്ല കൂട്ടുന്നത്, എണ്ണ കമ്പനികളാണ്, ഞങ്ങൾ ഇതിൽ എന്ത് ചെയ്യുമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ വാദത്തെയൊക്കെ കാണേണ്ടത്? വാസ്തവമാണെങ്കിൽ വിചിത്രമായ ഒരു വാദഗതിയാണ് ബഹുമാനപ്പെട്ട ജോമാനോട് ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ഫ്ലക്സുവേഷൻ അനുസരിച്ചാണ് ഇവിടെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സുഹൃത്തുക്കൾ കണക്ക് നിങ്ങളോട് പറയാം. ശ്രീലങ്ക തൊട്ടടുത്ത രാജ്യം, അവിടെ പെട്രോളിന് 55 രൂപയും പെട്രോളിന് 60 രൂപയും ഡീസലിന് 55 രൂപയാണ്. അവിടെ പാചകവാതം, അതായത് വ്യവസായ അടിസ്ഥാനത്തിലുള്ള പാചകവാത സിലിണ്ടറിന് 480 രൂപ മാത്രമേ വിലയുള്ളൂ. പാകിസ്ഥാനിലെ യഥാക്രമം 55-ഉം 57 രൂപയുമാണ്. അത് അവിടെ ഏതാണ്ട് 700 രൂപ അടുത്ത് മാത്രമേ ഉള്ളൂ പാചകവാതമില്ല. അപ്പൊ ഈ പറയുന്ന നിങ്ങളുടെ വാദഗതി അവിടെ എങ്ങനെ ലോജിക്കുക? അതിനകത്ത് ലോജിക്കുന്ന ഇനി ഇന്ത്യയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് നേപ്പാളിലെത്തുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എത്ര എന്നറിയോ? ഇന്ത്യയുടെ നേർപകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ കൊള്ളയടിക്ക് ഒരു പരിധി വേണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങള് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അഭിവൃദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൊള്ളയടിക്കുന്നത് നിങ്ങൾ പറയുന്നത്. എന്തൊരു വിചിത്രമായ വാദഗതിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായിട്ട് ഈ രാജ്യത്തെ മാറ്റി നിങ്ങളാ. 20 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണി. ഇത് ഞാൻ പറയുന്നല്ല, ഐക്യരാഷ്ട്രസഭയുടെ കണക്കിലുള്ളതാണ്. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കിൽ അത് 20 കോടിയിലധികമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ പട്ടിണി സൂചിയിൽ ഇന്ത്യ 103-ാമത്തെ സ്ഥാനത്തിലേക്കാണ്. നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് ഈ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൊള്ളയടിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ സമയം, നമ്മൾ രണ്ടുപേരിലുള്ളൂ, താങ്കൾക്ക് സമയമുണ്ട്. എവിടെയാണ് നിങ്ങൾ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ഏതാണ് ഏറ്റവും വിചിത്രമായ കാര്യം? അനിൽ അംബാനിക്ക് വിശാഖപട്ടണം പോലുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പ്രകൃതിവാതകം കൊള്ളയടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൊടുത്താരാ? നിങ്ങളാ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? 10 വർഷങ്ങൾക്ക് മുമ്പ് UPA സർക്കാർ കൊടുത്തൊരു നിയമം എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും തരുമെന്ന് പറഞ്ഞു തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കാളവണ്ടിയും സൈക്കിളും ഉന്തിക്കൊണ്ട് പാചകവാത സിലിണ്ടർ ഉന്തിക്കൊണ്ട് നിങ്ങളെ മുരളീധരനും സുരേന്ദ്രനും നേതാക്കന്മാര് അധികാരമേറ്റാൽ ഈ വാഗ്ദാനം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്ത് പ്രകടനം നയിച്ചില്ലേ കേരളം മുട്ടക്കും? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ താങ്കൾ പറഞ്ഞു 2600-2700 രൂപ പാചകവാത സിലിണ്ടറിന് വാണിജ്യ സിലിണ്ടറിനുള്ള വില ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് അബ്സല്യൂട്ട്ലി റോങ്. താങ്കൾ കണക്ക് പിടിച്ചിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ ഒരു വില ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ വില കുറഞ്ഞത് നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് പെട്രോൾ ക്രൂഡ് ഓയിലിന്റെ വില എത്രയായിരുന്നു? ഒരു ബാരലിന് $0 വരെ വന്നു. അത് 10ഉം 15ഉമായിട്ട് വന്നിട്ടും ഇന്ത്യയിൽ നിങ്ങൾ വില ഉയർത്തുകയായിരുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്തൊരു മനസാക്ഷിയില്ലായ്മ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് ജനങ്ങളോട് അടുത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കാനുള്ള ശ്രമം നടത്തുന്നത്? നിങ്ങൾക്കറിയാവോ, ഈ നാട്ടിലെ ജനങ്ങൾ, പാവപ്പെട്ട കർഷകരും കർഷകത്തൊഴിലാളികളും സാധാരണക്കാരും അല്ലാത്തവരായ ജനങ്ങളിൽ നല്ലൊരു ശതമാനം അവന്റെ ജോലി സ്ഥലങ്ങളിൽ നിന്നും പലപ്പോഴും ഹോട്ടലുകളാണ് ആശ്രയിക്കുന്നത്. പാചകവാതത്തിന് നിങ്ങൾ പറഞ്ഞല്ലോ 16 രൂപ 50 പൈസ കൂടിയിട്ടുണ്ടെന്നുള്ളത്. അവിടെ വിലവർധന വരുന്ന ആരാ സഹിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളല്ലേ. പോക്കറ്റ് അടിച്ച കുറെ ഗുജറാത്തിലെ 10 മുതിർന്ന മുതലാളിമാർക്ക്, സർവോളിസ്റ്റർമാർക്ക് പണം വീർപ്പിക്കുന്ന ഒരു ഉപകരണമായിട്ടില്ലേ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാരിന് നിയന്ത്രണം ഇല്ലാത്ത പറയുന്നത്? സർക്കാരിന് നിയന്ത്രണം ഇല്ലാത്തൊരു BJPയുടെ പ്രതിനിധി പറയാവോ? താങ്കൾ BJPയുടെ ഒരു വ്യക്തമാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കോ? അപ്പൊ നിയന്ത്രണം ഇല്ലാത്തൊരു ഒരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആരാ പറഞ്ഞ? നിങ്ങൾക്ക് ഒരു ഒറ്റ തീരുമാനം എടുത്താൽ മതി, പാചകവാത വില കൂട്ടാൻ പാടില്ല എന്നുള്ള. ഒരു ഉദാഹരണം ഞാൻ പറയാം. 3.5 മാസക്കാലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ വില കൂട്ടിയില്ല, ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പം ലേറ്റസ്റ്റ് കാര്യം മഹാരാഷ്ട്രയിലെ ഹരിയാന പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ 1 രൂപ പോലും കൂട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നോടം വരെ ജനങ്ങൾക്ക് ഭയമാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ വില കൂട്ടും. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് വില കൂട്ടുന്നൂടെ ആലോചിക്കണം. നിങ്ങൾ വില കൂട്ടുന്നത് ഇന്ത്യയുടെ ട്രഷറിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഖജനാവ് പൂരിപ്പിക്കാനായിട്ടാണോ? അല്ല. തെളിവ് സഹിതം പറയാം. അത് നിങ്ങളെ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഗുജറാത്തികളായ കുറെ ശതകോടീശ്വരന്മാരെ പള്ള വീർപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ഈ കൊടുദ്രോഹം ചെയ്യുന്നത്. ഇനി ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ചല്ലേ ഇത് കൂടണമെന്ന് താങ്കൾ പറഞ്ഞേ. താങ്കൾ അന്തർദേശീയ ക്രൂഡ് ഓയിലിന്റെ വിലയൊന്നും നോക്കണം. അതുപോലെ തന്നെ ഡോളർ അഗൈൻസ്റ്റ് രൂപയുടെ മൂല്യം എത്രയാണ് താങ്കൾ നോക്കണം. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ് രൂപ നിൽക്കുന്നത്. തകർച്ചയില് GDP റേറ്റ് തകർന്നടിഞ്ഞു ഈ രാജ്യത്ത്. അതായത് ഏറ്റവും വലിയ ദയനീയാവസ്ഥയിലാണ് GDPയുടെ വളർച്ച. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മിനിഞ്ഞാന്ന് നീതി ആയോഗിന്റെ പ്രസ്താവനയുണ്ട്. താങ്കൾ അത് കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു ജനങ്ങളോട് കൂറുമില്ലാതെ കൊണ്ട്
കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ അന്ധമായിട്ട് ന്യായീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? പക്ഷേ അത് വളരെ ഞങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 16 ഇത്രയും രൂപയിലേക്ക് പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് ഈ കണ്ണടച്ചതിനെ ന്യായീകരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുൻപിലേക്ക് റൈസ് ചെയ്ത് വരുന്നുണ്ട്.